5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അച്ചുവിന്റെ വീടിന്റെ സിറ്റൗട്ടിൽ സ്ഥാനം പിടിച്ചു അപ്പു. കൂടെ അവളെ കളിയാക്കിക്കൊണ്ട് അച്ചുവും. അവരുടെ കളിച്ചിരികൾ കണ്ട് അല്പം മാറി രാധയും ഉണ്ടായിരുന്നു. അമ്മ, ഈ പെണ്ണെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയോ? കിണ്ണത്തിൽ ഇരുന്ന ഉപ്പിലിട്ട മാങ്ങ കഴിച്ചുകൊണ്ട് അച്ചു തിരക്കി. കൊച്ചിനെ കളിയാക്കാതെ നീ ഒന്ന് പോയേ പെണ്ണെ. അപ്പുവിനെ കളിയാക്കി അച്ചുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് രാധ പറഞ്ഞു. അതാണ് എൻ്റെ രാധമാമി. അപ്പു അവരുടെ ചുമലിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. കാശി വിളിച്ചിരുന്നോ മോളെ? രാധ അവളുടെ തലമുടിയുടെ ചടയൊക്കെ വിടുവിച്ചുകൊണ്ട് ചോദിച്ചു. ഓ മാമി, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്താനായിട്ടുണ്ടാവും. ബാഗിൽ നിന്ന് ക്ലിപ്പെടുത്ത് രാധയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അപ്പു പറഞ്ഞു. നിങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പുവിൻ്റെ തലമുടി വൃത്തിയായി പിന്നിക്കെട്ടി ക്ലിപ്പിട്ട് കൊടുത്തിട്ട് രാധ പറഞ്ഞു. കാശിയേട്ടൻ വന്നാൽ ഞാനങ്ങ് പോവേ മാമി. അകത്തേക്ക് പോകാൻ എഴുന്നേറ്റ രാധയോട് അപ്പു പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഇങ്ങ് വരും എൻ്റെ കുഞ്ഞെ. അപ്പുവിൻ്റെ ധൃതി കണ്ട് ഒരു ചിരിയോടെ പറഞ്ഞിട്ട് രാധ അകത്തേക്ക് കയറിപ്പോയി. അച്ചു, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ നീ ഇതുപോലെ അഭിചേട്ടനെ കാത്തിരിക്കുന്നത് ഞാൻ തന്നെ കാണും, നിന്നെ കളിയാക്കുകയും ചെയ്യും. അച്ചുവിൻ്റെ കവിളിൽ ഒന്ന് നുള്ളി വിട്ടുകൊണ്ട് അപ്പു പറഞ്ഞു. ഓ പിന്നെ, രാവിലെ പോയി വൈകിട്ട് വരുന്ന ആളെ ഞാൻ ഇതുപോലെ കാത്തിരിക്കുമല്ലേ? അപ്പുവിനെ പുച്ഛിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. കൂടുതൽ പുച്ഛിക്കേണ്ട, നീ കാത്തിരിക്കും, ഞാൻ കളിയാക്കുകയും ചെയ്യും. അപ്പു ഏതോ മതിരിക്കുന്ന ഓർമ്മകളിൽ എന്ന പോലെ പറഞ്ഞു. കാശിച്ചേട്ടൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എൻ്റെ അപ്പൂസ് കാര്യമായിട്ട് എന്തൊക്കെയോ തരുന്നുണ്ടല്ലോ. അപ്പുവിൻ്റെ മുഖത്തെ ശോണിമയും ചുണ്ടിലെ പുഞ്ചിനിയും കാണെ അച്ചു കൊഞ്ചിക്കൊണ്ട് തിരക്കി. അതൊന്നുമില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പു കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് അവളെ നോക്കി. ഓ, ഇപ്പോൾ ഞാൻ ചോദിച്ചതായോ കുറ്റം? പണ്ട് കാശിയേട്ടനെ കാണുമ്പോൾ പേടിച്ച് ഓടിയ. അത് പോട്ടെ, കല്യാണത്തിൻ്റെ അന്ന് പോലും പേടിച്ച് പറച്ചുകൊണ്ട് എന്നെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കിയ എൻ്റെ അപ്പൂസ് ഇപ്പോൾ ആ മനുഷ്യനെ ജോലിക്ക് പോകുന്ന സമയം പോലും കാണാതെ ഇരിക്കാൻ പറ്റാത്തത്ര മാറുമ്പോൾ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ? അപ്പുവിൻ്റെ ചുവന്നു തൊടുത്തുപോയ കവിളിൽ ചുണ്ടമർത്തി കള്ളച്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, മിണ്ടാതിരുന്നേ അച്ചു, ഇല്ലെങ്കിൽ ഞാനേ മാമിയോട് പറഞ്ഞു കൊടുക്കും. അപ്പു ഭീഷണി പോലെ പറഞ്ഞു. നടക്കട്ടെ നടക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. കളിയാക്കലോടെ അച്ചു പറയുമ്പോൾ ആ ഒരുവന്റെ മുഖം ഒന്ന് കാണാൻ കൊതി പൂണ്ടു അവൾ ഗേറ്റിന് പുറത്തേക്ക് കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നു. അപ്പു, നീ ആ ഫോൺ അവിടെ വെക്ക്. 6 മണി ആയതല്ലേ ഉള്ളൂ, കാശിച്ചേട്ടൻ ഇപ്പോൾ വരും. 6 മണിയായിട്ടും കാശി എത്താത്തതിൽ ആകെ വെപ്രാളപ്പെട്ട് അവൻ്റെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവളോട് അച്ചു പറഞ്ഞു. എന്നും 5:30 മുമ്പ് വീടെത്തുന്നതാണ്, ഇപ്പോൾ 6 കഴിഞ്ഞില്ലേ? വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇങ്ങ് വരട്ടെ, നല്ല പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ണൊക്കെ നിറച്ചു വെച്ചുകൊണ്ട് പെണ്ണ് പിണക്കത്തോടെ പറഞ്ഞു. അവളുടെ വർത്തമാനവും നടപ്പുമൊക്കെ കണ്ട് അച്ചുവിന് ചിരി വന്നു. എന്തെങ്കിലും അത്യാവശ്യം വന്നു പെട്ട് കാണും മോളെ, ഇനി ഇത്തിരി നേരം കഴിഞ്ഞ് വിളിക്കാം. നീ ഒന്ന് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുക. അച്ചുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇടയ്ക്കിടെ നിറയുന്ന കണ്ണുകൾ തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പുവിനെ കാണി രാധ പറഞ്ഞു. ഹൃദയം നീറിപ്പിടയുന്ന നോവോടെ രാധയുടെ അരികിൽ വന്നിരുന്നു. അവരുടെ മടിയിൽ മുഖം ചായച്ച അപ്പു. അവർ അവളുടെ തലയിൽ തലോടി ഒരാശ്വാസമെന്ന പോലെ. അപ്പോ മോളെ, കാശി അവസാനം വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? എവിടെയെങ്കിലും പോവോ എന്നോ മറ്റോ അവൻ പറഞ്ഞിരുന്നോ? രാഗത്തിന്റെ ഹാളിൽ രാധയുടെ മടിയിൽ തളർന്നു കിടന്ന് എപ്പോഴോ സ്വബോധം നഷ്ടപ്പെട്ടവളെ എഴുന്നേൽപ്പിച്ചിരുത്തി കൊണ്ട് അമൽ ചോദിച്ചു. അമലേട്ടാ, എൻ്റെ കാശിയേട്ടൻ ഇതുവരെ വന്നില്ല. ഞാൻ വൈകിട്ട് വിളിച്ചപ്പോൾ ഉടനെ വരാമെന്ന് പറഞ്ഞതാണ്. ഞാനേ രാധമാമിയുടെ വീട്ടിലായിരുന്നു. കാശിയേട്ടൻ ഇവിടെ വന്നു കാണും എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും വന്നില്ല. പിന്നെ വിളിച്ചപ്പോൾ കാശിയേട്ടൻ്റെ ഫോൺ ഓഫാണ്. അതാ ഞാൻ അമലേട്ടനെ വിളിച്ചേ. എൻ്റെ കൂടെ വരുമോ? എനിക്ക് കാശിയേട്ടൻ്റെ ബാങ്കിൽ പോവാനാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല. ഏട്ടൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിനെയും അറിയില്ല. കാശിയേട്ടനല്ലാതെ അപ്പുവിന് വേറെ ആരുമില്ല. ഒന്ന് വരുമോ ബാങ്കിൽ? ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാം, വാ. അമലിനെ കണ്ടതും അപ്പു ചാടി എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലടാ. അയ്യേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാശിക്ക് ഒന്നുമില്ലടാ. ദേ, അമലേട്ടൻ ഇപ്പോൾ തന്നെ പോയി അവനെ ഇങ്ങ് കൊണ്ടുവരില്ലേ? മോൾ ഇവിടെ ഇരുന്നോ, ഞാൻ അവനെയും കൊണ്ട് ഇപ്പോൾ വരും. വാടി കുഴഞ്ഞു പോയവളുടെ കവിളിൽ തട്ടി പറയുമ്പോൾ അമലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയെ ഒന്ന് നോക്കിയിട്ട് അമൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും ഞാനുമുണ്ട് അമലെ എന്നും പറഞ്ഞ് ആകാശം അവൻ്റെ പിന്നിൽ കയറി. അവരുടെ ബൈക്ക് ഗേറ്റ് കടന്ന് ഇടതുവശത്തെ റോഡിലേക്ക് പോയതും വലതുഭാഗത്തുനിന്നും വല്ലിശ്ശേരിക്കാരുടെ കാറുകൾ ഗേറ്റിനുള്ളിലേക്ക് കയറി വന്നു. ജഗന്നാഥനും ദേവകിയും ഉൾപ്പെടെ വല്ലിശ്ശേരിയുടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു 3 കാറുകളിലായിട്ട്. പക്ഷേ അപ്പു ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ആ ഗേറ്റിന് പുറത്ത് തൻ്റെ പ്രാണനെ തേടുകയായിരുന്നു. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് അരാതെ ഒന്ന് വിളിച്ചു പറയാനെങ്കിലും നിനക്ക് തോന്നിയത്? അച്ചുവിൻ്റെ തോളിൽ ചാരിയുള്ള അപ്പുവിൻ്റെ ഇരിപ്പ് കണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ദേവകി ചോദിച്ചു. കാശി ജോലിക്ക് പോയതല്ലേ, വരും വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്.
പിന്നെ കൊച്ചിന്റെ കരച്ചിലും സങ്കടവും കൂടെ കണ്ടപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയാതെ പോയി. പറയുമ്പോൾ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ രാധയുടെ മുഖം കുനിഞ്ഞുപോയി. ബാങ്കിലുള്ള ആരെയെങ്കിലും വിളിച്ചു നോക്കുകയോ മറ്റോ ഉണ്ടായോ രാധ ചേച്ചി? ജയൻ തിരക്കി. അത് ആകാശ് ആരെയോ വിളിച്ചു നോക്കി. 5 മണിക്ക് തന്നെ ഇന്ന് കാശി ബാങ്കിൽ നിന്ന് ഇറങ്ങി എന്നാ അറിഞ്ഞത്. പറഞ്ഞുകൊണ്ട് അവർ മുഖം തിരിച്ച് അപ്പുവിനെ നോക്കി. പക്ഷേ അപ്പു ആരെയും കാണുകയോ ആരും പറയുന്നതും കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. തന്റെ പ്രാണനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് അവളുടെ മനസ്സും മിഴീണകളും എവിടെയൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. അച്ചുവിന്റെ ചുമലിൽ തല ചായച്ച് ആ ഗേറ്റിന് പുറത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്നുണ്ട് അപ്പു. അങ്ങ് ദൂരെ റോഡിന്റെ അറ്റത്ത് ഒരു നുറുങ്ങ് വെളിച്ചം കണ്ടാൽ പോലും അവൾ ഞെട്ടിപ്പിടഞ്ഞ് കണ്ണുകൾ വിടർത്തി അങ്ങോട്ട് നോക്കും, അവളുടെ പ്രിയപ്പെട്ടവൻ വരുന്നതാണോ എന്ന്. അല്ലെന്ന് കാണുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും. പിന്നെ ശബ്ദമടക്കി ഒന്ന് ഏങ്ങിക്കൊണ്ട് വീണ്ടും അതേ ഇരിപ്പിരിക്കും. അവളുടെ ഇരിപ്പ് കാണാൻ ഹേമ ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ട് വിനയെ നോക്കി. അവൾക്ക് അവരുടെ ഇരിപ്പും കാശിക്ക് എന്തോ സംഭവിച്ചു എന്ന ചിന്തയുമൊക്കെ അതിയായ സന്തോഷം നൽകി. എന്നാലും എൻ്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇതായല്ലോ തേവരെ, നെഞ്ചിൽ കൈവച്ചൊരു വിതുമ്പലോടെ ദേവകി പറഞ്ഞു. കുഞ്ഞിന് ഈ ഗതി വന്നത് നിങ്ങളുടെ പിടിപ്പുകേടാണ്. ആ പെണ്ണിന്റെ ജാതകമൊന്നും എഴുതിക്കുകയോ കാശിയുടെ ജാതകവുമായി പൊരുത്തം നോക്കുകയോ ചെയ്തോ? അപ്പുവിന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണ് പിറന്നതിൽ പിന്നെ എന്തൊക്കെ ദോഷം നടന്നു ഈ തറവാട്ടിൽ? അല്ല, ഞാനിതൊക്കെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമാവില്ല, പുച്ഛത്തോടെ അപ്പുവിനെ നോക്കിക്കൊണ്ട് ഹേമ പറഞ്ഞു. അന്ന് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് ആദ്യമോൻ രക്ഷപ്പെട്ട ഏട്ടത്തി, അത് ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഹേമയ്ക്ക് മറുപടിയായി വിനയ അത് പറയുമ്പോൾ മുറ്റത്ത് മാറി നിന്ന് അനന്തനോട് സംസാരിക്കുന്ന ജയനെ ഒന്ന് നോക്കാനും അവർ മറന്നില്ല. ഒന്നും മിണ്ടാതിരിക്കാമോ നിങ്ങൾ രണ്ടാളും? എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്? എൻ്റെ അപ്പുവിന് ഒരു ദോഷവുമില്ല ഹേമേ. നിങ്ങൾ ഇനി പറഞ്ഞു പറഞ്ഞ് അവളെ ദോഷക്കാരിയാക്കരുത്. നിനക്കുമില്ലേ വിനയെ ഒരു പെൺകുഞ്ഞ്? നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് തളർന്നു തകർന്നിരിക്കുന്ന അപ്പുവിനെ നോക്കി വേദനയോടെ ദേവകി പറഞ്ഞു. ഓ, കൊച്ചുമോൾക്ക് ഒരു ദോഷവുമില്ല. അവളുടെ ദോഷം ആ ചെറുക്കൻ്റെ ജീവൻ എടുക്കാതിരുന്നാൽ മതി. ഹേമ ഒട്ടും വിട്ടുകൊടുക്കാതെ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. ഇല്ല, എൻ്റെ കാശിയേട്ടൻ വരും, എനിക്ക് ഉറപ്പാണ്. എനിക്ക് ആരുമില്ലെന്ന് കാശിയേട്ടനെ അറിയാമല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും എന്നെയും കൊണ്ടേ പോകുമെന്ന്. അപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല. എൻ്റെ കാശിയേട്ടന് എനിക്ക് വിശ്വാസമാണ്. ഹേമ പറഞ്ഞതൊക്കെ കേട്ട് ഉള്ളു ഉലഞ്ഞു പോയ അപ്പു അച്ചുവിൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് പുലമ്പുന്നത് കണ്ടുകൊണ്ടാണ് സോണിയും ആദിയും അങ്ങോട്ട് കയറി വന്നത്. സോണിക്ക് എന്തോ അവളുടെ ആ ഇരിപ്പ് കാണാൻ വല്ലാത്ത ഒരു വിഷമം തോന്നി. അവൾ ഒന്നും മിണ്ടാതെ ഹേമയുടെ അടുത്ത് വന്നിരുന്നു. ആദി ആ വാടി തുറന്ന പെണ്ണിനെ ഒന്ന് നോക്കിയിട്ട് ഒരക്ഷരം പോലും പിരിയാടാതെ കണ്ണുകൾ അടച്ചിരിക്കുന്ന ജഗന്നാഥന്റെ അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നു. അച്ചച്ച, അയാളുടെ സർവ്വം തകർന്നുള്ള ഇരിപ്പ് കാണാൻ ആദിക്ക് അയാളെ ചേർത്ത് പിടിച്ച് വിളിക്കാതെ ഇരിക്കാനായില്ല. ആദി, എൻ്റെ മോൻ കാശി, അവൻ എന്തു പറ്റിയെന്ന് നിനക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കടാ. അയാൾ ആദിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ പോലെ കേണു. ഏട്ടൻ വരും അച്ചച്ച, ഏട്ടനൊന്നുമില്ല, ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങൾ കൊണ്ടുവരും ഏട്ടനെ. അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതെങ്കിലും അപ്പുവിനെ ഒന്ന് പാളി നോക്കിയിരുന്നു ആദി, നീ ഇപ്പോൾ അവനെ അന്വേഷിച്ച് എവിടെ പോകുന്നു? അപ്പുവിലുള്ള ആദിയുടെ നോട്ടം കാണാൻ ഇരുന്നിടത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അവന്റെ അരികിൽ വന്ന് ഹേമ തിരക്കി. ഞാൻ ഫെബിനെ, ആദിയുടെ ഫ്രണ്ട്, ആൾ പോലീസിലാണ്, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഏതെങ്കിലും ആക്സിഡന്റ് കേസ് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ആദിയുടെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദി, നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. അവനെ, ആ കാശി ഇവൾക്ക് വേണ്ടി എന്നോട് ചെയ്തതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതുപോലെ ഇപ്പൊ നിനക്ക് മനസ്സിലായോ അന്നീ പെണ്ണിനെ കെട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്? ശാപം പിടിച്ച ജന്മമാണ് അപ്പു. അല്ലെങ്കിൽ നോക്ക്, ആ ചെറുക്കൻ ഈ നേരം വരെ എവിടെയാണെന്ന് എങ്കിലും അറിഞ്ഞോ? ജീവനോടുണ്ടോ എന്ന് ഇനിയിപ്പോൾ കണ്ടറിയാം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? എൻ്റെ കാശിയേട്ടന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ വിളിച്ചോ ഇങ്ങോട്ട് വരാൻ? ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങണം നിങ്ങൾ ഇവിടുന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ. ഹേമയുടെ വാക്കുകൾ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി അപ്പു ചാടി എഴുന്നേറ്റ് ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് അവർക്ക് നേരെ പാഞ്ഞടുത്തു. അപ്പു മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവനൊരു കുഴപ്പവുമില്ല, അവൻ ഇങ്ങ് വരും. കാശി വരുമ്പോൾ എന്നോട് ചോദിക്കില്ലേ എൻ്റെ അപ്പുവിന് എന്തിനാ രാധമാമി കരയിച്ചെന്ന്? അലറിപ്പരഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹേമയ്ക്ക് നേരെ പാഞ്ഞു ചെന്നവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് കണ്ണുനീരോടെ രാധ പറഞ്ഞു. എൻ്റെ കാശിയേട്ടൻ വരും രാധമാമി. അപ്പുവിന് ആരും ഇല്ലെന്ന് ഏട്ടനെ അറിയുന്നതല്ലേ? എല്ലാരോടും പോകാൻ പറയും. ഇവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അപ്പുവിന് പേടിയാവുന്നു. രാധയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് അപ്പു വാവിട്ട് കരഞ്ഞു. ഇങ്ങനെ ദ്രോഹിക്കാനും മാത്രം അപ്പു നിങ്ങളോട് എന്താ ചെയ്തത്? അതൊരു ചെറിയ കുട്ടിയല്ലേ. ഈ അവസ്ഥയിൽ അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ദയവ് ചെയ്ത് ഇങ്ങനെ വേദനിപ്പിക്കരുത്. അതും ഒരു മനുഷ്യജീവനല്ലേ, എങ്ങനെയും ജീവിച്ചു പൊയ്ക്കോട്ടെ. രാധയുടെ നെഞ്ചിൽ ചേർന്ന് അപ്പുവിൻ്റെ അലറിയുള്ള കരച്ചിൽ കാണാൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉമ രൂക്ഷഭാവത്തിൽ ഹേമയെയും വിനയെയും നോക്കി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു.
ചേച്ചി, അച്ചു, എൻ്റെ കാശിയേട്ടൻ വരില്ലേ? കാശിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടല്ലോ അപ്പുവിന് കാശിയേട്ടൻ ഉണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്നെ പറ്റിച്ചില്ലേ? എനിക്ക് കാണണം, കാശിയേട്ടനെ കാണണം. ഹൃദയം പിടഞ്ഞ നിലവിളിയോടെ രണ്ടാളെയും നോക്കി അപ്പു. പറഞ്ഞ് കരഞ്ഞ് കുഴഞ്ഞു പോയവളെ ബെഡിൽ ചായച്ചു കിടത്തുമ്പോൾ ഉമയും അച്ചുവും ഒരുപോലെ കരയുന്നുണ്ടായിരുന്നു. മോളെ ഉമേ, ദാ ഫോൺ, അമലാണ് വിളിക്കുന്നത്. വേഗം കോൾ എടുത്ത് കാര്യം ചോദിക്ക്. ഹാളിലെ ടേബിളിലിരുന്ന ഉമയുടെ ഫോൺ ബെല്ലടിച്ചതും സ്ക്രീനിൽ തെളിഞ്ഞു കണ്ട അമലെന്ന പേര് കാണെ വെപ്രാളത്തോടെ ആ ഫോണുമായി ഓടി വന്ന രാധ പറഞ്ഞു, അമലേട്ടാ. മൊബൈൽ കാതോരം ചേർത്ത് വിളിക്കുമ്പോൾ ഉമ കരഞ്ഞുപോയി. സിറ്റി ഹോസ്പിറ്റലിലോ? ഇല്ല, അവൾ കരഞ്ഞു കരഞ്ഞ് മയങ്ങിപ്പോയി. ബെഡിൽ പതിഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞു രൂപത്തെ നോക്കി അലുവോടെ ഉമ പറഞ്ഞു. ഇല്ല. ഉമ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കുതിച്ചു ചാടുന്ന ഹൃദയമെടുപ്പോടെ അപ്പോ കണ്ണുകൾ തുറക്കാതെ ആ കിടപ്പ് കിടന്നു. എന്താ മോളെ, കാശിക്ക് എന്താ പറ്റിയത്? രാധ കരച്ചിലടക്കി പതിഞ്ഞ ശബ്ദത്തെ തിരക്കി. ഒന്നുമില്ല ആൻറ്റി, കാശി ചേട്ടൻ്റെ ബുള്ളറ്റിൽ ഒരു കാർ വന്ന് തട്ടി ആക്സിഡന്റ് ആയത്. കുഴപ്പമൊന്നുമില്ല, അവരിപ്പോൾ ഇങ്ങെത്തും. അപ്പൂനെ ഇപ്പോൾ ഉണർത്തണ്ട. ഉമ്മ കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അപ്പു ഉണരാതെ ഇരിക്കാൻ എന്നവൺ പതിയെ പറഞ്ഞു. അച്ചു, ഞാൻ പുറത്ത് കാണും. അപ്പു ഉണരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോര് കേട്ടോ. അപ്പുവിൻ്റെ തലയിൽ മൃദുവായി ഒന്ന് തലോടിക്കൊണ്ട് ഉമ അവർക്കൊപ്പം മുറിക്ക് പുറത്തിറങ്ങി. ഉമ പറഞ്ഞതിൽ കാശിക്ക് ആക്സിഡന്റ്, ബുള്ളറ്റിൽ കാർ വന്നു തട്ടി എന്ന് മാത്രമേ അവളുടെ ചെവിയിൽ എത്തിയിരുന്നുള്ളൂ. അപ്പുവിൻ്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. നെഞ്ചിനുള്ളിൽ ആ ഒരുവന്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. അങ്ങ് ദൂരെ ഒറ്റയ്ക്ക് നിന്നവൻ താൻ ഒറ്റയ്ക്കാണ് അപ്പു എന്ന് പറഞ്ഞ് കൈനീട്ട് തന്നെ വിളിക്കുന്നത് അവൾ കേട്ടു. അവൾ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. അപ്പു, എന്താടി? കാശി ചേട്ടൻ. അപ്പുവിൻ്റെ വല്ലാത്തൊരു ഭാവം കണ്ട് പറഞ്ഞു വന്നത് നിർത്തി അച്ചു അവളെ ഒന്ന് നോക്കി. എന്താ അപ്പൂസേ, നീ എന്താ നോക്കുന്നേ? എഴുന്നേറ്റിരുന്ന് പകച്ചുകൊണ്ട് ചുറ്റിനും നോക്കിയവളോട് അച്ചു ചോദിച്ചു. എനിക്ക് ബാത്റൂമിൽ പോകണം അച്ചു. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്ന പെണ്ണിനെ ഒന്ന് നോക്കിയിട്ട് മെല്ലെ തലയാട്ടി അച്ചു. അപ്പു ബാത്റൂമിൽ കയറി വാതിലടച്ചു. പിന്നെ പിടയുന്ന ഹൃദയത്തോടെ ഒരു നിമിഷം കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. ഇനി വീട്ടിലേക്ക് പോകാമല്ലോ അല്ലേ ആദി? അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞില്ലേ? വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റ ഹേമ ആദിയോട് തിരക്കി. ഞാൻ ഏട്ടൻ വന്ന് കണ്ടിട്ടേ വരുന്നുള്ളൂ. അമ്മ പൊയ്ക്കോ. പിന്നെ സോണി വരുന്നുണ്ടെങ്കിൽ അവളെയും കൂട്ടിക്കോ. ആദി വലിയ താല്പര്യമൊന്നുമില്ലാതെ പറഞ്ഞു. ഇനി നീ എന്തിനാടാ കാത്തിരുന്നു അവനെ കാണുന്നേ? കുഴപ്പമൊന്നുമില്ലാന്ന് അറിഞ്ഞില്ലേ? ഇത്രയും നേരം ഇവിടെ എന്തായിരുന്നു എല്ലാം കൂടെ കാണിച്ചു കൂട്ടിയത് മനുഷ്യനെ മെനക്കെടുത്താൻ? നടന്നത് എന്താണെന്ന് വ്യക്തമായില്ല എങ്കിലും കാശിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടതോടെ ഹേമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. അല്ല ഏട്ടത്തി, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ ചെക്കന് ഇങ്ങോട്ട് വിളിച്ച് കാര്യം പറഞ്ഞൂടെ? ഇതിപ്പോ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ ഓഫും. ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഹേമയെ പിന്താങ്ങിക്കൊണ്ട് വിനയ പറഞ്ഞു. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമാവില്ല വിനയെ, ഹേമ ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മായി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ വീട്ടിലേക്കാണ്. ഹേമയെ നോക്കാതെ പറഞ്ഞുകൊണ്ട് സോണി കുറച്ചു മാറി അഭിയെ കണ്ട് അവൻ്റെ അരികിലേക്ക് പോയ ആദിയുടെ പിന്നാലെ പോയി. ഇതെന്താ സോണി മോൾക്ക് ആകെ ഒരു മാറ്റം? മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ. വിനയ അവർക്കിട്ടൊരു കൊട്ടു കൊടുക്കാനായി തിരക്കി. അതിപ്പോ വിരുന്നൊക്കെ അല്ലേ വിനയെ? നാളെ നാത്തൂൻ്റെ ഒരു ബന്ധുവീട്ടിലാണ് വിരുന്ന്. അതുകൂടെ കഴിഞ്ഞേ ഇങ്ങോട്ട് വരൂ. അവൾക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. അതാണ് മുഖത്ത് വാട്ടം. വിക്കിയാണെങ്കിലും സോണിയെ കുറ്റപ്പെടുത്താതെ ഹേമ പറഞ്ഞൊപ്പിച്ചു. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് പോയാലോ വിനയെ? അനന്തേട്ടൻ ഇനിയിപ്പോൾ മോനെ കണ്ടിട്ടേ വരലുണ്ടാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യ കൂടെ ഇപ്പോൾ അച്ഛനൊപ്പം ചേർന്ന് കളയും, ഹേമ വിഷമത്തിൽ അവരോട് പറഞ്ഞു. അല്ല ഏട്ടത്തി, അവന് ഏതാണ്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ചിട്ട് പോവാന്നേ, ഒച്ച താഴ്ത്തി വിനയ പറയെ ഹേമ ഒരു ചെറുചിരിയോടെ തലയാട്ടി സമ്മതിച്ചു. ഇരുവരും പിന്നെ കാശിയുടെ അവസ്ഥ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു. അപ്പോ വാതിൽ തുറക്കപ്പൂസേ, ഞങ്ങളെ പേടിപ്പിക്കില്ലേടി. അപ്പു ബാത്റൂമിൽ കയറി സ്വല്പം നേരം കഴിഞ്ഞതും എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടതോടെ അച്ചു വാതിൽ തട്ടി വിളിച്ചു. അച്ചുവിൻ്റെ കരച്ചിലും ബഹളവും കേട്ട് ആദ്യം അകത്തേക്ക് ഓടിയെത്തിയത് ഉമയായിരുന്നു. അച്ചു, എന്താ? അപ്പു ബാത്റൂമിലാണോ? വാതിൽ മുട്ടി വിളിക്കുന്ന പെണ്ണിനോട് ഉമ തിരക്കി. അവൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ചേച്ചി. അകത്ത് കയറി വാതിലടച്ചതും എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് വിളിച്ചിട്ട് അവളിപ്പോൾ വാതിൽ തുറക്കുന്നില്ല, അച്ചു കരച്ചിലോടെ പറഞ്ഞു. ഈശ്വര, എൻ്റെ കൊച്ച്. രാധ നെഞ്ചിൽ തല്ലിപ്പോയി. അങ്ങോട്ട് മാറിക്കേ. ബഹളം കേട്ട് അങ്ങോട്ട് വന്ന് ജയം പറഞ്ഞതും എല്ലാവരും കൂടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പു മോളെ, വാതിൽ തുറന്നേ കുഞ്ഞെ. കാശിക്ക് കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ ഇങ്ങെത്തും. വാതിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ജയം വിളിച്ചു. ജയം വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ കാല് ഉയർത്തിയ നിമിഷം തന്നെ അപ്പു വാതിൽ തുറന്നു. കാശിയേട്ടൻ, എൻ്റെ കാശിയേട്ടൻ ഇപ്പൊ വരുമോ? വിയർത്ത് കുളിച്ചു വാതിൽക്കൽ നിന്ന് തന്നെ അപ്പു ചോദിച്ചു. അപ്പു, എന്ത് പണിയാടി കാണിച്ചത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചു കരയുമ്പോൾ ബാത്റൂമിന്റെ നിലത്ത് മറിഞ്ഞു വീണ് കിടന്ന ബക്കറ്റിനടുത്ത് കിടന്ന
ബ്ലഡിലായിരുന്നു ഉമയുടെ കണ്ണുടക്കിയത്. അങ്കിളെ, ഉമ വിളിച്ചതും ജയൻ അവളെ നോക്കിക്കൊണ്ട് കണ്ണുകൾ പോയിടത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ഞെട്ടലോടെ അപ്പുവിനെ നോക്കി. എന്താ അപ്പു നീ കാണിച്ചു കൂട്ടുന്നത്? ഒരല്പം വൈകിയിരുന്നുവെങ്കിൽ കാശി വരുമ്പോൾ ഞങ്ങൾ എന്തു പറയുമായിരുന്നു? അവളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ടാണ് രാധ ചോദിച്ചത്. മാമി, എനിക്ക് എൻ്റെ കാശിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏട്ടനല്ലാതെ അപ്പുവിന് ആരുമില്ല. കാശിയേട്ടനില്ലെങ്കിൽ അപ്പുവിന് ഭ്രാന്ത് പിടിച്ചു പോകും. അച്ചുവിനൊപ്പം അവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പു ആർത്തു കരഞ്ഞു. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. കാശി ഇപ്പോൾ വരും. കുഞ്ഞു വായോ. അവളെ ചേർത്ത് പിടിച്ച് മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് രാധ പറഞ്ഞു. ആ വാതിൽ തുറക്കാൻ അല്പം വൈകിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കെ അവരുടെ നെഞ്ചു പിടഞ്ഞുപോയി. മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള പടിയിൽ അക്ഷമയോടെ ഇരിക്കുമ്പോൾ അപ്പുവിൻ്റെ ഉള്ളിൽ കാശിയോടുള്ള അടങ്ങാത്ത പ്രണയത്തിനും അതിയായ സ്നേഹത്തിനുമൊപ്പം തന്നെ മറന്നുപോയെന്ന പിണക്കവും നിറഞ്ഞിരുന്നു. ഇതൊക്കെ ആ പെണ്ണിൻ്റെ ഓരോരോ നാടകങ്ങളെ. പിന്നെ അവൾ ചാവാൻ പോകുന്നു, ഹേമ കളിയാക്കലോടെ പറഞ്ഞു. എന്നെക്കൊണ്ട് സോണിയുമായുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ അമ്മായിയും മരുമകളും ആത്മഹത്യാ നാടകമല്ലേ നടത്തിയത്? അതുകൊണ്ട് ഇപ്പോൾ അപ്പു ജീവനെടുക്കാൻ നോക്കിയതും അമ്മയ്ക്ക് അതങ്ങനെയാണ് എന്നേ തോന്നും. മറ്റാരും കേൾക്കാതെ കടപ്പല്ല് കടിച്ചു ഞെരിച്ച് ശബ്ദമടക്കിയാണ് ആദി പറഞ്ഞതെങ്കിലും ഹേമയുടെ അടുത്തിരുന്ന വിനയ അത് വൃത്തിക്ക് കേട്ടിരുന്നു. ആര് നാടകം കളിച്ചു എന്നാണ്? നീ മിണ്ടാതെ ആ പെണ്ണിനെയും കൂട്ടി പോകാൻ നോക്ക ആദി. ആ ചെറുക്കൻ വന്ന ഉടനെ ഞങ്ങളും പോകും. അവൻ വന്നാലല്ലേ നിന്റെ അച്ഛൻ ആ നിൽപ്പിൽ നിന്ന് എഴുന്നേക്കൂ. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ പോകുമായിരുന്നു. എനിക്ക് അവൻ വന്ന് കാണാൻ കൊതിയൊന്നുമില്ല. പണ്ടത്തെ പോലെ ആദിയോ അനന്തനോ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിൻ്റെ കലി കൂടെ ഉണ്ടായിരുന്നു അവരുടെ സംസാരത്തിൽ. ആദ്യേട്ടാ, അച്ഛൻ വിളിച്ചിരുന്നു. നമ്മൾ ഉടനെ അങ്ങോട്ട് ചെല്ലുമോ എന്നറിയാൻ. സോണി അവനടുത്തേക്ക് വന്ന് ചേർന്ന് നിന്ന് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഏട്ടൻ വന്ന് ഒന്ന് കണ്ടിട്ടേ ഞാൻ എങ്ങോട്ടുമുള്ളൂ സോണി, അസഹതയോടെ ആദി പറഞ്ഞു. അതിനിപ്പോൾ എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? അച്ഛൻ വിളിച്ചു ചോദിച്ചത് ഞാൻ വന്ന് പറഞ്ഞു, അത്രയുള്ളൂ. സോണി മുഖം വീർപ്പിച്ചുകൊണ്ട് ഫോണുമായി പുറത്തേക്കിറങ്ങി. ദേ, കാർ വരുന്നുണ്ടല്ലോ. കാശിയൊക്കെ ആവും. മുറ്റത്ത് നിന്ന് ജയം പറയെ അപ്പു ഇരുന്നിടത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. കാശിയേട്ടൻ, എൻ്റെ കാശിയേട്ടൻ വന്നു. മുറ്റത്ത് കയറ്റി നിർത്തിയ കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയ അമൽ മെല്ലെ പിടിച്ചിറക്കിയ കാശിയെ കാണെ അപ്പു നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി.